Good evening, everybody. കാർട്ടൽസിൻ്റെ വീക്ക്ലി ന്യൂസ് ലെറ്ററാണ് ദ സിക്സ്ത് സെൻസ്. ഇവിടെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ്സിൻ്റെ പോസിബിൾ മൂവ്മെൻറ്റ്സ് അടുത്ത ആഴ്ച എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ്സ് വരുന്നതെന്ന് നമ്മൾ വരച്ച് കാണിക്കാറുണ്ട്. പലപ്പോഴും നമ്മളാണെങ്കിൽ ആൻറ്റിസിപ്പേഷൻസ് എഴുതാറുണ്ട്. ഈ ആൻറ്റിസിപ്പേറ്റഡ് മൂവ്മെൻറ്റ് കഴിഞ്ഞ ഞായറാഴ്ചയും നമ്മൾ നമ്മുടെ സിക്സ് സെൻസിലൂടെ കാട്ടിയിരുന്നു. ഈ ആഴ്ച നിഫ്റ്റി എങ്ങനെയായിരിക്കും പോവുക എന്നുള്ളതാണ് നമ്മൾ കാട്ടിയത്. അത് വെച്ചിട്ട് നിഫ്റ്റിയുടെ ഹൈ മൊമെൻറ്റം സോണായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് 22,209 ആയിരുന്നു. അതിനുശേഷം നിഫ്റ്റിയിൽ ഒരു കറക്ഷൻ വരുമെന്നു. ആ കറക്ഷൻ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ടേക്ക് സപ്പോർട്ട് അറ്റ് 21,960. ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ആഴ്ച മാർക്കറ്റിൽ എന്താ സംഭവിച്ചതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ ആഴ്ച മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 22,040 അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയതിന് ശേഷം 22,209 എന്ന് പറയുന്ന ലെവൽ എത്തിയതിന് ശേഷം മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? അത് ആ ലെവലിന് മുകളിലേക്ക് പോകാനായിട്ട് മാർക്കറ്റിന് പറ്റുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് എ റെസിസ്റ്റൻസ് ഓവർ ദിയർ. അവിടെ എന്തുണ്ടെന്ന് പറയാം, ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ആ റെസിസ്റ്റൻസിൽ എത്തിയതിന് ശേഷം മാർക്കറ്റിൽ ഓൾ ഓഫ് എ സഡൻ ദർ ഇസ് എ ബിഗ് ഫോൾ. അത് ഇന്നലെ, അതായത് ബുധനാഴ്ചയാണ് ആ ഫോൾ ഉണ്ടായത്. ആ ഫോൾ ആണെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് വ്യാഴാഴ്ച അതൊരു 960 വരെയൊക്കെ വരുമെന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ആയിരുന്നു നമുക്ക്. ബട്ട് ഇറ്റ് ഫെൽ ഡൗൺ എ ബിറ്റ് ബിലോ ദാറ്റ്. ഈ ലെവലിനെ നമ്മൾ ആസിഡ് ടെസ്റ്റ് ലെവൽ എന്ന് പറയാറ്. പലപ്പോഴും ഫസ്റ്റ് ലെവലിൽ മാർക്കറ്റിന് സപ്പോർട്ട് എടുക്കാൻ പറ്റാറില്ല. ആ സമയത്ത് ആസിഡ് ടെസ്റ്റ് ലെവലിൽ സപ്പോർട്ട് എടുത്ത ശേഷമായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോകുക. സോ ഫസ്റ്റ് ലെവലിലാണ് സപ്പോർട്ട് എടുക്കാൻ പറ്റാതെ ആ മാർക്കറ്റ് ആസിഡ് ടെസ്റ്റ് ലെവൽ വരെ പോവുകയും അവിടെ നിന്നും മാർക്കറ്റിലൊരു ഭയങ്കര അപ്പ് മൂവ് ഉണ്ടാവുകയും ചെയ്യും. കണ്ടിന്യൂസ് പോസിറ്റീവ് ക്യാൻഡിൽസ് ആണ് പിന്നീട് വന്നത്. അത് നേരെ 209 മുകളിൽ ക്ലോസ് ആവുകയും ചെയ്തു. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഹൈ മൊമെൻറ്റം സോണിന് മുകളിലാണെന്ന് പറയും. ഇനി നിങ്ങൾ നമ്മുടെ പ്രെഡിക്ഷനും ആക്ച്വലും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ദിസ് വാസ് അവർ പ്രെഡിക്ഷൻ, ദിസ് ഈസ് ദ ആക്ച്വൽ. only a slight difference. 960 തൊട്ട് താഴെ വരെ വന്നു എന്നുള്ള സ്ലൈറ്റ് ഡിഫറൻസ് അല്ലാതെ എല്ലാം കൊണ്ടും വാട്ട് എവർ വി പ്രെഡിക്റ്റഡ് എക്സാക്ട്ലി ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ മാർക്കറ്റ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതാണ് അഡ്വാൻസ്ഡ് വേവ് തിയറിയുടെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ. യു ക്യാൻ ഫോർസീ ദ ഫ്യൂച്ചർ ആസ് ലോങ് ആസ് മാർക്കറ്റ്സ് ആർ കൺസേൺഡ്, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ കൺസേൺഡ്. താങ്ക് യു സോ മച്ച്.